ചേച്ചി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വീട്ടിലെ സകലമാന പണിയെടുത്ത് നട്ടലിന്റെ ഡിസ്ക് ഊരിപ്പോയി എന്റെ ഭർത്താവിന്റെ. അതുകൊണ്ടേ ഇനി ആ വണ്ടി ഇവിടെ ഓടണമെങ്കിൽ മിനിമം ഒരു ബെൽറ്റ് എങ്കിലും വാങ്ങിച്ചിട്ടേ പറ്റൂ. അല്ല അഞ്ചനി മോളെ, ഈ ബെൽറ്റ് ഇടാനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ കാർഡ് എടുക്കോ? എടുക്കത്തില്ലേ? ഈ പാവങ്ങൾ എന്തോ ചെയ്യും മനുഷ്യൻ. നിങ്ങോട്ട് വരട്ടെ, ഞാൻ രാവിലെ എണീച്ച് തുറപ്പെടുത്ത് കൈ കൊടുക്കുമെന്ന് അറിയാവുന്നോണ്ട് ഇവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു. ഞാൻ ചോദിക്കാൻ പെൺമണിയേ നുണുക്ക് വിദ്യകളാ പോലെ എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഈ വെളുപ്പം കാലത്ത് ഇത് എവിടെ എണീച്ച് പോയി മനുഷ്യ? ഞാൻ ഓടാൻ പോയതല്ലേ. വെളുപ്പിനെ എണീച്ച് ഓടാൻ പോവാൻ നിങ്ങളൊന്ന് ടിപ്പറാ. ശരീരം വിയർക്കാൻ വേണ്ടി പോയതാ. ശരീരം വിയർക്കാനാണെങ്കിൽ ഈ പെരക്കകത്ത് കിടക്കുന്ന തടി എടുത്ത് വെട്ടിക്കീറി ഇട്ടാ പോരെ? അയ്യോ അത് പറ്റത്തില്ല. ഇന്നലെ ഞാൻ പനിയായിട്ട് ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു എന്താണെന്ന് അറിയാമോ? എന്തോന്ന്? തടി അനക്കരുതെന്ന് പോലും. അതുകൊണ്ടായിരിക്കും അടുക്കളയിൽ ചോറും പാത്രവും ഒക്കെ എടുത്ത് അലമാരി വെച്ച് പൂട്ടി വെച്ചത്. അതും ഡോക്ടർ എന്നോട് പറഞ്ഞു ആഹാരം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ആഹാരം ശ്രദ്ധിച്ചു വെക്കണമെന്നല്ല, പിന്നെ നിങ്ങൾ തടി കുറയ്ക്കണമെന്ന്. തടി കുറയ്ക്കാൻ ഞാൻ ചെതലാണ്. എന്റെ പൊന്നു മനുഷ്യ, ഫാറ്റ് കുറയ്ക്കണമെന്ന്. അതാകുമ്പോ റെഗുലേറ്ററെ പിടിച്ച് തിരിച്ചാ പോലെ. ഫാറ്റ് കുറയ്ക്കണമെന്നല്ല, നിങ്ങൾ വണ്ണം കുറയ്ക്കണമെന്ന്. അതിന് ഞാനിപ്പോ എന്തോ ചെയ്യാൻ പറ്റും? പാർപ്പി തിന്നണം മാറ്റിട്ട് പ്ലേറ്റിൽ തിന്നാ മതി. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളും ഈ വീട്ടിലെ ക്ലോക്കിലെ സൂചിയും ഒരുപോലാണ്. അതെന്താടി? 24 മണിക്കൂർ ഈ വീട്ടിൽ തന്നെ നിന്ന് കറങ്ങുമല്ലേ. ക്ലോക്കിലെ സൂചിയെ കുറ്റം പറയാൻ പറ്റൂല, അത് കറങ്ങെങ്കിലും ചെയ്യുന്നുണ്ടല്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ നീ ക്ലോക്ക് ആക്കിയില്ലേ? അങ്ങനാണെങ്കിൽ നിന്റെ ആങ്ങള ഏണിയും പാമ്പിനകത്ത പാമ്പല്ലേടി. അവൻ എപ്പോഴും പോയി ആഹാരം കഴിക്കും, നേരെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടിപ്പോകും. വീണ്ടും ആഹാരം കഴിക്കും, എങ്ങോട്ടെങ്കിലൊക്കെ ഇളങ്ങി പോകും. മനുഷ്യ, എന്റെ കുടുംബക്കാരോ എല്ലാം പറഞ്ഞോണ്ടല്ലോ, ഒരൊറ്റ ഒപ്പം ഇട്ട് കൊടുത്താൽ മതി. ആ ഇരിക്കണം മെഡിക്കൽ കോളേജിലെ പിള്ളേരാണ് നിങ്ങളെ ബോഡി പഠിക്കാൻ കൊണ്ട് നിന്റെ അച്ഛനെ കൊണ്ട് കൊടുക്കണി. കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, പഴയ സിലബസ് അത്. മനുഷ്യ, എന്റെ അച്ഛനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. അച്ഛനെ പറ്റി പറഞ്ഞപ്പോ അവർക്ക് 100 നാവ്. 1000 നാക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കല്ലുകടി തന്നല്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ എന്റെ അമ്മയെ കൊല്ലാൻ കൂട്ടുന്നവളാണ്. അമ്മയെ കൊല്ലാൻ കൂട്ടുന്നെന്നാ? എന്തോന്ന് മനുഷ്യ ഈ പറയണത്? കഴിഞ്ഞ ദിവസം അവൻ എന്നോട് വന്ന് പറഞ്ഞു, മോനെ വിഷം മേടിക്കാൻ പോലും കാശില്ലെന്ന് പറഞ്ഞു. നീ എന്തോന്നാടി ചെയ്തത്? ഞാനൊരു 500 എടുത്തങ്ങ് കൈ വാങ്ങണെങ്കി വാങ്ങട്ടെന്ന്. നിനക്ക് പണ്ടത്തെ കൂട്ട് എന്നോട് ഒരു സ്നേഹവും ഇല്ല, അറിയാമോ? സ്നേഹത്തിന്റെ കാര്യം എന്റെ അടുത്ത് പറയല്ലേ. കല്യാണം കഴിഞ്ഞ് പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ പേയാൻ പാർക്കിൽ കൊണ്ടുപോയിട്ട് അവിടെ ആ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്ത മനുഷ്യനാണ്. പാർക്കുണ്ടോ? പാർക്ക് വേറെ സംഭവം പറയണോ? ആദ്യ രാത്രിയിൽ ഇങ്ങനെ എന്റെ അടുത്ത് കാണിച്ചെന്തരാണെന്ന് അറിയാമോ? അത് നീ പറയരുത്. ഞാൻ പറയും. വെറുതെ റേറ്റിംഗ് കൂട്ടി കൊടുക്കരുത് നീ. പറയും. ആദ്യ രാത്രിയിൽ എന്നെ കട്ടിലിരുത്തിയിട്ട് ഇങ്ങേരന്റെ അടുത്ത് വന്ന്, എന്നിട്ട് ആ കട്ടിനടിയിൽ കയറി കിടന്നോണ്ട് ഇങ്ങേര് എന്നോട് പറയുവാ, അതും വീഡിയോ കോൾ വിളിച്ചോണ്ട്, A long distance relationship is very beautiful. നീ പേടിച്ചായിരുന്നോ? പേടിക്കാൻ വേണ്ടിട്ട് ഒന്നും ഇല്ലായിരുന്നല്ലോ. നിങ്ങളുടെ തീർന്ന അടി ഉണ്ടാക്കാൻ വയ്യ. നിങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണ് സന്തോഷ വാർത്ത? പറയട്ടാ? രമ വിളിച്ചു പറഞ്ഞേ എന്നെ തെരഞ്ഞെടുത്തെന്ന്. തെരഞ്ഞെടുക്കാൻ നീ എന്നെ നറുക്കെടുപ്പിലെ ലക്കി കൂപ്പണാണോ നീ? രമ ഈ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ തെരഞ്ഞെടുത്തെന്ന്. അയ്യോ, അങ്ങനാണെങ്കിൽ ഈ പഞ്ചായത്ത് മൊത്തം നമുക്ക് ഈ വാർത്ത പരത്തണം. അതൊക്കെ പറ മനുഷ്യ. എന്താടി? ഇലക്ഷൻ കഴിയുന്നത് വരെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണ വിവരം ഒരു മനുഷ്യനറിയരുത്. മൊത്തം അസൂയ കൂട്ടങ്ങളാണ്. അങ്ങനാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് തമിഴ്നാട്ടിൽ പോയാലോ? തമിഴ്നാട്ടിലൊന്നും പോണ്ട. പക്ഷെ എനിക്കിപ്പോ അതല്ല പേടി. പിന്നെന്ത്? ഇനി എങ്ങാനും ഞാൻ ജയിച്ചാ എന്നെ ആരെങ്കിലും പിറകിന്ന് ചരട് വലിക്കോന്നൊരു പേടി. പിറകിന്ന് ചരട് വലിക്കാൻ നീ എന്നാടി ഈ ബാങ്കിൽ കെട്ടിട്ടേക്കുന്ന പേനയാണ്? ഇനി നിങ്ങളുടെ ഞാൻ ഒരു കാര്യം പറയൂല. അങ്ങനാണെങ്കിൽ സന്തോഷം തരുന്നൊരു വർത്തമാനം ഞാൻ പറയട്ടെ. എന്തോന്ന്? ഈ ക്രിസ്മസിന് ഞാനാണ് സാന്താ ക്ലോസ്. അതല്ല സന്തോഷ് ക്ലോസ്. ഓ അല്ലല്ല സന്തോഷ് ട്രോഫി. ഓ മറ്റേ ഡിസംബറിലൊക്കെ വരുമല്ല. ഓ മഞ്ഞ്. അച്ഛന്റെ തല അതല്ല, മറ്റേ ഇങ്ങനെ പഞ്ഞയൊക്കെ വെച്ചിട്ട് ഒരാള് വരുമല്ല. ഓ സാന്താ ക്ലോസ്. അതാണ് ഞാൻ. എന്ത് കണ്ടിട്ടാണ്? എന്റെ കഴിവ് കണ്ടിട്ട്. കഴിവാ? ഞാൻ കാണാത്ത കഴിവാ. നീ അങ്ങനെ പറയരുത്, എന്റെ കഴിവിനെ കുറിച്ച് നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാണ്. പിന്നെ കാണിച്ചു തരട്ടെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് വന്നല്ലോ, സ്റ്റാർ തൂക്കിയല്ലോ. ആ ക്രിസ്മസ് വന്നല്ലോ, സ്റ്റാർ തൂക്കിയല്ലോ. ആ സ്റ്റാർ തൂക്കിയല്ലോ, ഉണ്ണി പിറന്നല്ലോ. ആ സ്റ്റാർ തൂക്കിയല്ലോ, ആ ഉണ്ണി പിറന്നല്ലോ. ആ കേക്ക്
ആ കേക്ക് ഒറ്റ വീക്കങ്ങ് തരും. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ പപ്പ വേഷം കെട്ടല്ലേ? അതെന്ത്? നമ്മളെ പിള്ളേർക്ക് പപ്പ ഇല്ലാതാവും. സുമേ. അതുകൊണ്ട് സ്നേഹമുള്ളോണ്ട് ഞാൻ ഒരു കാര്യം അങ്ങ് പറയാം. എന്ത്? ഞാൻ സ്റ്റാർ മേടിക്കാൻ പറഞ്ഞായിരുന്നു. ആ സ്റ്റാർ എടുത്ത് ഈ വീട്ടിന്റെ മണ്ടേ കെട്ട്. സ്റ്റാറൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു സംശയം, ഈ സ്റ്റാർ തൂക്കിക്കഴിഞ്ഞാലേ നമ്മുടെ വീട് ഈ സ്റ്റാറിൽ മുങ്ങിപ്പോവാന്നാണ് ഇപ്പൊ എന്റെ പേടി. പക്ഷെ കുഴപ്പമില്ല, ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഈ വീട് വേറൊരു വീടായിരിക്കും. ശരിയാണ്. അയ്യോ, എന്റെ വീട് തകർത്തേ, എന്റെ വീട് തകർത്തേ. അയ്യോ, ഏതോ ദുഷ്ടന്മാർ എന്റെ വീട് തകർത്തേ. അണ്ണാ, നമ്മളെ വീട് പോയണ്ണ. എന്റെ അണ്ണൻ ഇനി എവിടെ എന്റെ തുണി കഴിവും, എവിടെ ഇരുന്ന് എന്റെ പാത്രം തേക്കും? അണ്ണാ, നിങ്ങൾ തന്നെ ഇങ്ങനെ ഒന്നും പറയാതെ നിൽക്കണത് എന്തോന്നണ്ണ നിങ്ങൾ ആലോചിക്കണം, പറ. ഈ സ്റ്റാർ ഞാൻ ഇനി എവിടെ കൊണ്ട് Highlighting the year end. ഡിജിറ്റൽ ലോകം ഒന്നാകെ ഒരു വേദിയിൽ ഒരുമിക്കുന്ന നിമിഷം. അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഡിസംബർ 28 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക്. അതാണോ ഇവിടത്തെ പ്രശ്നം? അതല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാരാണോ? നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണോ? നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഞാൻ ഈ ഹെലികോപ്റ്റർ ഓടിച്ചോണ്ട് വരുന്ന വഴിയിൽ കൊണ്ട് വീട് വെച്ചത് ഏതവനാ? ഏതവനാ പറ, ഏതവനാ? ചേട്ടനൊന്ന് ചോദിച്ചൂടെ? ചേച്ചിക്കൊന്ന് ചോദിച്ചൂടെ? ദാ, ഇങ്ങോട്ട് വാടാ, ഇവിടെ ഇങ്ങോട്ട് വാടാ. എടാ, നീ എന്തോന്നടാ ഈ കാണിച്ചത്? എടാ, എന്തോന്നടാ ഇത് കാണിച്ചതെന്ന്? ഇത്രയും കണ്ടിട്ട് ചേച്ചിക്ക് മനസ്സിലായില്ലേ? ചേച്ചിയുടെ കണ്ണിൽ എന്തോ കുരുവാന്ന് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ ആറ്റുനോട്ടുണ്ടാക്കി എന്റെ കിളിക്കൂടാടാ നീ തകർത്തത്. കിളിക്കൂടായിരുന്നു അന്നെ, കിളിക്കൂടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി ചേച്ചി. അയ്യോ, ഞാൻ വിചാരിച്ചു ഏതോ വീട് ഇടിച്ച് പൊളിച്ചിട്ടേക്കോ. 4 ചീനിക്കമ്പ് കൊണ്ടുവരാമെങ്കിൽ കിടുക്കാൻ ഒരു കിളിക്കൂട് ഞാൻ ഇവിടെ പണി വെക്കും. കിളിക്കൂടല്ല, എന്റെ വീട്ടിന്റെ പേരാ കിളിക്കൂട്. എന്റെ പൊന്നെണ്ണ പഴം വിഴുങ്ങി കണക്ക് നിക്കാതെ പോ ചോദ്യര്. ഞാൻ ചോദിക്കാം, പോയാവൻ ഇങ്ങോട്ട് വേണം. ആരോട് ചോദിച്ചിട്ടാടാ ഈ ഹെലികോപ്റ്റർ ടെക്കട്ടോ? ഈ ഹെലികോപ്റ്റർ ടെക്കട്ടോ? വ്യക്തമായില്ല. ഈ ഹെലികോപ്റ്റർ ടെക്കട്ടോ? കൂള സമാധാനം. ഈ ഹെലികോപ്റ്റർ ടെക്കട്ടോ? ഞാൻ പറഞ്ഞോളാം. എലീനെ പഠിക്കണം. ഈ ഹെലികോപ്റ്റർ ടെക്കട്ടോ? ഈ ഹെലികോപ്റ്റർ ഈ ഹെലികോപ്റ്റർ ഇങ്ങോട്ട് വന്നില്ല. നമുക്ക് ഈ വിഷയം അവിടെ വിട്ടാലോ? നമുക്ക് എന്നിട്ട് വല്ല വാടക വീട്ടിൽ പോയി താമസിച്ചാലോ? എടാ, മര്യാദക്ക് എന്റെ വീട് ശരിയാക്കിയിട്ട് നിന്റെ ഈ മാട്ട വണ്ടി കൊണ്ട് ഇവിടുന്ന് പൊക്കോളാം. എന്തോ വണ്ടിയാന്നാ പറഞ്ഞേ? നിന്റെ മാട്ട വണ്ടി കൊണ്ട് ഇവിടുന്ന് പൊക്കോളാം. ഇത് മാട്ടയോ? ചേച്ചിക്ക് അറിയാവോ ഇതെന്താന്ന്? ഇതെന്റെ ചോറാണ് ചേച്ചി. ഇത്രയും ചോറ് കയ്യിലുള്ള നിനക്ക് അത് വിളമ്പാൻ ഒരു പ്ലേറ്റ് വാങ്ങിച്ചൂടേടാ? എന്റെ വീട്ടിന്റെ മണ്ട കൊണ്ട് നട നീ ചോറ് വിളമ്പണത്. അയ്യോ, അതെന്റെ ഷുട്ടുമണിയാണ്. എന്റെ ഹെലികോപ്റ്ററിനെ ഞാൻ സ്നേഹം കൂടുമ്പോഴും അല്ലാതെയും ഷുട്ടുമണി എന്നാ പേരിട്ടേക്കുന്നത്. ഈ ഷുട്ടുമണി എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയോ? ഞാൻ വിശന്നപ്പോ എന്നെ ഊട്ടി. താഴ്ചപ്പന്തൊരു കൊടക്കനല്ല, എന്റെ ഈ തടി ഉണ്ടല്ലോ, ഈ തടി ഈ ഷുട്ടുമണി ഉണ്ടാക്കി തന്നതാ. അവന്റെ ഒരു തടി അണ്ണാ പിടിച്ചു മാറ്റണ്ണ. അയ്യോ, അത് പറ്റത്തില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തടി അനക്കല്ലെന്ന്. നിനക്ക് ആ ഹെലികോപ്റ്റർ ഉണ്ടെന്ന് ഇങ്ങനെ ഇടിച്ചു വിടായിരുന്നാടാ? അയ്യോ, അത്രയും കറക്റ്റായിട്ട് എനിക്ക് ഓടിക്കാൻ അറിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ട് ഇടിക്കുമായിരുന്നു. നിനക്ക് ഓട്ടിക്കാൻ അറിഞ്ഞൂടെ? ഞാൻ പകരക്കാരനായിട്ട് വന്നേ. പറത്തറിഞ്ഞൂടത്ത നീയാ? പറത്താൻ അറിയത്തില്ലെന്നോ എനിക്കോ? ഞാൻ പറപ്പിക്കുന്ന കണ്ടിട്ട് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്തോ പറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ ഷുട്ടുമണിക്കൊന്നും സംഭവിക്കരുത്. അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ പെണ്ണുമ്പിള്ളക്ക് എന്റെ ഷുട്ടുമണി. ഞാൻ അറിയിക്കാം. ഇങ്ങോട്ട് വന്നേ. ഈ സാധനം ഉണ്ടല്ലോ, ഏ സാധനമാണ്? ഈ കിടക്കുന്ന സാധനം. എന്റെ പേര് പറഞ്ഞു. ഈ പെരമണ്ട കിടക്കുന്ന സാധനം. തിരച്ചോറ. എടി, ഈ പെരമണ്ട കിടക്കുന്ന സാധനം ഇല്ലടാ. പേരില്ല. എടി, ഇത് എന്ത് കണ്ണു കാണത്തില്ലടാ നിനക്ക്? പേര് പറയാം. വലിയ തുമ്പി. എന്തിനാടാ ഇത് ഇവിടെ കൊണ്ടിട്ടത്? സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ട് ഇട്ടതല്ല. പിന്നെ ഞാൻ അപ്പുറത്ത് നമ്മുടെ രമണന്റെ പറമ്പുണ്ടല്ലോ, തോട്ടം, അവിടെ തുരിശടിക്കാൻ വന്നതാ. ഇതാണാടാ അതിന്റെ രമണന്റെ പറമ്പ്? അയ്യോ, പറമ്പ് അല്ല, ഇവിടെ വന്നപ്പോ ഞാൻ രമണാണന്റെ വീട് മറന്നുപോയി. അപ്പൊ ഇവിടെ സൈഡ് വാരം വന്ന് ചോദിക്കാന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് അടിപ്പിച്ചോണ്ട് വന്നു. ഏടാ, ഇത് നീ നേരത്തെ പറയണ്ടോ? വഴി തെറ്റി വന്നതാ, ഞാൻ കാണിച്ചത്. താണ്ട് ആ വളവ് കണ്ടോ? ആ വളവ് വഴിക്ക് 4ാമത്തെ വീടാണ് ഈ വീട്. പൊക്കോ, അവര് അബദ്ധം പറ്റിയതാണ്. വന്നവനും കണക്ക് ഇവിടെ നിന്നവനും കണക്ക്. മര്യാദ ഈ സാരി വീട്ടിന്റെ മണ്ടെന്ന് കൊണ്ടുവെക്കോ, അല്ലാതെ നിന്നെ ഞാൻ ഇവിടെ വിടത്തില്ല. ഒരു മിനിറ്റ് നിക്കേ, ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നു, പോയി പിടിയണവനാ. പിടിച്ചോളാം.
ഹലോ എടാ, വെക്ക്. ആണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി ശരി ശരി. ആ ശരി വയ്ക്കുവാണേ. അണ്ണാ ഇത് വന്നാല്. നീ നിന്നാണ് ഇങ്ങോട്ട് വന്നു. അണ്ണാ കണ്ണം വിളിച്ച് ചിഹ്നം പറഞ്ഞ എന്തുവാണെന്ന് അറിയാമോ? എന്തുവാ ചിഹ്നം? ഹെലികോപ്റ്റർ. അയ്യോ ഞങ്ങളുടെ ചിഹ്നം ഹെലികോപ്റ്റർ ഞങ്ങളുടെ ചിഹ്നം ഹെലികോപ്റ്റർ ചേച്ചിക്ക് ഇപ്പൊ അത് ഉപകാരമായില്ലേ? ചേച്ചിയുടെ ചിഹ്നം എന്താ? എന്റെ ഷുട്ടുമണിയല്ലേ? ബാക്കിയുള്ള മത്സരാർത്ഥികള് 1 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്ത് പരസ്യം വെക്കുന്നതിനും മേളിലല്ലേ ഈ പരസ്യം? അത് ശരിയാടാ. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇത് എനിക്കൊരു കാര്യം പറയാം. എന്താ? ഞാൻ എന്റെ സ്റ്റാർ ഇനി അവിടെ കൊണ്ട് തൂക്കും. എന്റെ പൊന്നണ്ണ, എന്ത്? ചേച്ചി ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ചേച്ചി അല്ലേ സ്റ്റാർ? അതാണ്. ചേച്ചിയുള്ള വീട്ടിൽ ഇനി വേറെ സ്റ്റാറിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. എന്റെ ചുട്ടുമണി. ചുറ്റുമണി എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? ഇഷ്ടായി, ഒരുപാട് ചിരിച്ചു. ശ്വേത ചേച്ചി മാസ് കിറ്റായിരുന്നു. സൂപ്പർ പെർഫോമൻസ്. 3 പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഈ കുട്ടീന്റെ പറ്റി ഒന്നും പറയാനില്ല ഐശ്വര്യ. ആ എൻട്രി തൊട്ടിട്ട് അവസാനം വരെ യു ആർ ഫയർ. വെരി ഗുഡ്. ഞാനേ ഈ സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ ഇൻട്രോ പറയുമ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിലെ മുത്തുകളാണ് വരാൻ പോലെ പറഞ്ഞില്ലേ, അതുപോലെയല്ല മുത്ത് കണക്കുള്ള ഒരു സ്കിറ്റ്. സീരിയസ് ആയിട്ട് അടിപൊളിയായിരുന്നു. സൂപ്പർ. അപ്പൊ എന്തായാലും ഷുട്ടുമണീനെ ബാറ്ററിക്ക് എത്രത്തോളം ഇഷ്ടമായെന്ന് നോക്കിയാലോ. എടാ ഷുട്ടുമണിയേ, കതറകെ പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറകെ പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി ഇതാണ് പ്രതീക്ഷിച്ചത്. അല്ല സത്യം, ഞങ്ങൾ ഒരുപാട് ശരിക്കും എല്ലാരും നിതീഷ് ചേട്ടൻ ഉൾപ്പെടെ എല്ലാരും, കാരണം സത്യം പറഞ്ഞ ഉച്ചക്കാണ് ക്ലൈമാക്സ് ആയത്. പക്ഷെ നല്ല റിഹേഴ്സൽ ചെയ്ത പോലെയുള്ള ഒരു സുട്ടുമണി വീഴുന്ന സാധനല്ലേ, നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു. ബിക്കോസ് മീൻസ് ഒരു ടേക്ക് ഓഫ് ആയിരുന്നു, നിങ്ങളുടെ ക്ലൈമാക്സിനുള്ള ഒരു ടേക്ക് ഓഫ് ആയിരുന്നു. നല്ല ആ വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ആ വിഷ്വൽ ട്രീറ്റ് വന്നപ്പോ നിങ്ങളുടെ സ്കിറ്റ് വേറെ ലെവലിൽ കയറി. അതാണ് ഉണ്ടായത്. ഷൈനെ, നിന്റെ ഭാര്യയ്ക്ക് മാത്രല്ല ഞങ്ങൾക്ക് നിന്റെ ഷുട്ടുമണീനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരെടുക്കുന്ന എഫേർട്ടും ഉണ്ട് ചേച്ചി. ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. അതായത് നമ്മുടെ ഐഷു ഇവിടെ വരുമ്പോൾ എപ്പോഴും നമ്മളെ ഗൂഗിൾ മെഡിക്കൽ കോളേജിന് ഹായ് പറയാൻ പറയും. നമ്മൾ ഹായ് പറയും. നമ്മൾ ചോദിക്കും അവർ ലീവ് തരാറുണ്ടോ, എല്ലാം ഓക്കെ ആണെന്ന് പറയും. പക്ഷേ നമ്മുടെ ഐഷു അവിടെ ഡബിൾ ഡ്യൂട്ടി എടുത്തിട്ടായിരിക്കും ലീവ് എടുത്ത് ഇവിടെ വരും. ബിക്കോസ് ഐഷുവിനും അറിയാം അവിടെ ഒത്തിരി ദിവസം നമുക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല, അല്ല അങ്ങനെ ലീവ് കിട്ടത്തില്ല ഒരു കമ്പനിയിലും. അതുകൊണ്ട് ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ ഒരാൾക്ക് ലീവ് കൊടുക്കാന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എന്റെ സ്റ്റാഫുകളും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവർ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കും. അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടിനേക്കാൾ ഒരു ഡബിൾ ഡ്യൂട്ടി എടുത്ത് അത്രയും അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഗ്രൂമിങ്ങിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയാണ് അത് അത്രയും ചെയ്യുന്നതെന്നുള്ളത് പറയുമ്പോഴുണ്ടല്ലോ, അത്രയ്ക്ക് ഇഷ്ടമാണ്. അതാണ്. പക്ഷെ ഞാൻ ഐശ്വര്യനോട് ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെൽക്കം ടു ഫിലിം ഇൻഡസ്ട്രി വെരി സൂൺ. സൂപ്പർ സൂപ്പർ. അതൊരു ഗോൾഡൻ വേർഡ് ആയിട്ട് തന്നെ നിൽക്കട്ടെ, ഉടൻ തന്നെ അത് സാധിക്കട്ടെ. അപ്പൊ എന്തായാലും ചേച്ചി ആ 50,000 rupees ഇട്ട് കൊടുത്തോളൂ. ബാങ്ക് ഓഫ് ബോംബെ ക്രെഡിറ്റിംഗ് 50,000 rupees. And Merry Christmas. സൂപ്പർ സൂപ്പർ സൂപ്പർ, വെൽ ഡൺ. അപ്പൊ ഇതുപോലെ തന്നെ ശക്തിയായിട്ട് മുന്നോട്ട് വരിക. ഒരുപാട് 50,000 രൂപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. അതിന്റെ ട്രീറ്റുകളൊക്കെ ഞങ്ങൾക്കും കിട്ടട്ടെ. ഓക്കെ.